ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ട്യൂഷൻ്റെ തിരക്ക് വളരെ കുറവാണ്. രാവിലെ 10ാം ക്ലാസ്സുകാർ മാത്രമേ ഇന്ന് ട്യൂഷനുള്ളൂ. കാരണം അവർക്കിന്ന് സ്കൂളിൽ ക്ലാസ് ഉണ്ട്. മിക്ക കുട്ടികൾക്കും ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ട്യൂഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹിന്ദി ടീച്ചറും ഞാനുമാണ് ഇന്ന് ഷിഫ്റ്റ് കയറുന്നത്. ശ്രീദേവ് ടീച്ചറാണ് നമ്മുടെ ഇവിടെ ട്യൂഷൻ ഹിന്ദി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ട്യൂഷൻ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യത്തിൽ ഇന്ന് ഞങ്ങൾ കുറച്ച് ഫ്രീ ആണ്. രാവിലെ തന്നെ ചേട്ടൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് വരും. രാവിലെ എനിക്ക് ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ വിടലും ചേട്ടനെ വിടലും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ സ്കൂൾ ബസ് വരലും ചേട്ടന് പോലൊക്കെ ആകുമ്പോൾ രാവിലത്തെ ഒരു തിരക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അച്ഛൻ എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര എളുപ്പമായിരിക്കും. അമ്മയ്ക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ചീക്കു അമ്മേനെ വീട്ടിലാക്കി. മോനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൂട്ടനിന്ന് സ്കൂളിൽ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. സ്നേഹഗിരി സ്കൂളിലാണ് അവൻ പഠിക്കണത്. ഞാൻ BEd കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ ടീച്ചിങ് കരിയർ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അവിടെ +2 കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. അതിന് മുമ്പ് MSc പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു കരിയർ എന്ന് പറഞ്ഞ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് ആ സ്കൂളിലാണ്. അതിനുശേഷം ഒരുപാട് സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്തു. പക്ഷെ എന്നാലും ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്തോട് നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവുമല്ലോ. ഇതൊരു ചെറിയ കുട്ടിക്കരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവനൊന്ന് ചെറുതായിട്ട് വൈദ്യുതി സംരക്ഷിച്ചതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മോൻ നോക്കുമ്പോൾ TVയും ഫാനും ഒക്കെ ഓണായി കിടക്കാം. അപ്പം ഹാളിലുണ്ടായിരുന്നില്ല. മോനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവൻ TV ഓഫ് ചെയ്തു. പക്ഷേ പ്രായമായവർക്ക് TV ആണല്ലോ ഒരു പ്രത്യേക സന്തോഷം. അങ്ങനെ അതിൻ്റെ പേരിൽ ചെറിയൊരു സങ്കടം ഉണ്ടായി. പിന്നെ ഒന്ന് സമാധാനിപ്പിച്ചപ്പോൾ ആളോക്കെ. ക്യാമറ കണ്ടപ്പോൾ ചിരിക്കാൻ വേണ്ടി അവൻ എവിടേക്കാണ് നോക്കണ്ടേന്ന് അറിയില്ല. കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ കൊണ്ട് സ്കൂളിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ് അമ്മ വന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലത്തെ ട്യൂഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോനോട്ടിനും സ്കൂളിൽ പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഇവിടെ പോയാലും ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും കൊടുക്കില്ല എന്നുള്ളൊരു പരിപാടി ഇവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡാൻസ് ഇല്ലെങ്കിലും ഇവരിന്ന് കൂടെ പോകും. ക്ലാസ് കഴിഞ്ഞ് ശ്രീദേവ് ടീച്ചർ അപ്പോഴേക്കും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 10 വർഷത്തോളമായി നമ്മൾ ട്യൂഷൻ നടത്തുന്നുണ്ട്. ഒരു 7 വർഷത്തോളമായിട്ട് ശ്രീദേവ് ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കി സബ്ജക്റ്റുകളിലൊക്കെ ടീച്ചർമാർ മാറി മാറി വരുന്നുണ്ടെങ്കിലും ഹിന്ദിക്ക് ഇതുവരെ തുടങ്ങിയ സമയം തൊട്ട് ടീച്ചർ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ തന്നെയാണ് ഹിന്ദി എടുത്തിരുന്നത്. ഏകദേശം 1 മണിയായപ്പോഴേക്കും അമ്മയും മക്കളൊക്കെ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. 1:45 ആകുമ്പോഴേക്കും സ്കൂളിലെത്തണം. പക്ഷേ ബിജേട്ടൻ കുറച്ച് കറക്റ്റ് നേരത്തെ തന്നെ എത്തി. അവർ ഓട്ടോറിക്ഷയിലാണ് 3 പോണത്. വലിയ പറമ്പ് വരെ എത്തണമല്ലോ. അപ്പോൾ ബസ്സിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇവരെയും ലഗേജൊക്കെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ 3 കൂടി ഓട്ടോറിക്ഷയിൽ പോകാനായിട്ട് റെഡിയായി. ഞാൻ പിന്നെ എനിക്കത് കഴിഞ്ഞാൽ ഇന്ന് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്. നമ്മൾ ട്യൂഷൻ ഓൺലൈനിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കുള്ളതുകൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഇന്ന് ക്ലാസ് എടുക്കാമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു ഞാൻ. എക്സാം പ്രിപ്പറേഷൻ ആവുന്ന സമയത്താണ് കൂടുതൽ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് സെഷൻസ് കൂടുതൽ കൊടുക്കുക. അല്ലെങ്കിൽ റെഗുലർ 1-2 ക്ലാസ്സൊക്കെയാണ് മാത്സിനൊക്കെ ഓരോ കുട്ടിക്ക് ആവശ്യമുള്ളൂ. ആദ്യമൊക്കെ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓഫ്ലൈനിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ആ വർക്കിംഗ് മോഡൊന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായി. പിന്നെ അതങ്ങ് യൂസ്ഡായി. നമുക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. കുറച്ച് നമ്മുടെ ഒരു പല കുട്ടികളെയും പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ പരിചയപ്പെടാം. അപ്പോൾ നമുക്കും അവർക്കും കംഫർട്ടബിൾ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഈസിയായി. ഓഫ്ലൈൻ്റെ ഒരു ടെൻഷൻ ഇല്ലാതെ ഓൺലൈൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഇപ്പം ഞാൻ മാറിയിട്ടുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഈവനിങ് ബാച്ച് ഇല്ല. അവരുടെ ക്ലാസ്സൊക്കെ പകൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അങ്ങനെ ട്യൂഷനും കഴിഞ്ഞു. പിന്നെ ഇനി വൈകുന്നേരം മക്കൾ വന്നാലാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നേരം പോകുള്ളൂ. ബെഡിൽ സൂസ് കഴിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഞങ്ങളുടെ വീട്ടിലുണ്ട്. ചെറിയ കുട്ടികൾ മാത്രമാവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വലിയ കുട്ടികളും കുട്ടിയായിട്ട് നമ്മൾ കരുതേണ്ട വലിയ കുട്ടികളും ബെഡിൽ സൂസ് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ബെഡ് എപ്പോഴും കഴുകലും ഉണക്കലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ ബെഡ് കഴുകുന്ന ദിവസം അത് മഴയത്തിട്ട് ഉണക്കലാണ് പതിവ്. നിങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും. ഒരുവിധം ഉണങ്ങിയിരുന്ന എൻ്റെ ബെഡ് അന്നത്തെ മഴയിൽ ഒന്ന് ചെറുതായിട്ട് നനഞ്ഞ് പിന്നെ വീണ്ടും ഉണക്കി എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാനിത് കുറച്ച് നാൾ മുമ്പ് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിരുന്നായിരുന്നു. മാട്രസ് പ്രൊട്ടക്ടറാണ്. നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. മുമ്പ് ഇവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ മാതിരിയുള്ള ഷീറ്റൊക്കെയാണ് യൂസ് ചെയ്യുക. അത് കഴുകുക, ഉണക്കുക. പക്ഷേ ഷീറ്റ് കംഫർട്ടബിൾ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊട്ടും കംഫർട്ടബിൾ അല്ല. അവരുടെ പുറത്തൊക്കെ അത് കുത്തിക്കൊള്ളും. പിന്നെ അവർക്ക് കിടക്കുമ്പോഴും ഒരു സുഖം ഉണ്ടാവില്ല. ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല എയറേഷനാണ്, നന്നായിട്ട് വാട്ടർ പ്രൂഫ് ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളവരെണ്ണം നോക്കി ഏത് ഓൺലൈൻ ആപ്പിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അന്നത്തെ ശനിയാഴ്ച കോട്ടയ്ക്കുള്ള സമയമായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകാറുണ്ട്.
ഒന്നില്ലെങ്കിൽ കുഴൂർ അല്ലെങ്കിൽ വലിയ പറമ്പിലായിരിക്കും ഞങ്ങളുടെ പ്രധാന ഡെസ്റ്റിനേഷൻ. ഇത് ഞങ്ങളുടെ പെട്രോൾ പമ്പിന് അടുത്ത് തന്നെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ആദ്യം ആ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ബോർഡ് മുമ്പ് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനീ നാട്ടിലൊരു വെജിറ്റേറിയൻ ഹോട്ടലെന്ന്. പക്ഷേ പിന്നെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷേക്കും മസാല ദോശയും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഒട്ടും സമയം വേസ്റ്റായില്ല. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റി. എന്നെപ്പോലുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും ജോലിയും പ്രൊഫഷനും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവർ. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒത്തിരി സ്നേഹത്തോടെ അടുത്തൊരു വീഡിയോയിൽ കാണാം.